കുട്ടിക്കാലം എല്ലാം തന്നെ കോഴിക്കോട് തന്നെയായിരുന്നോ? കോഴിക്കോടല്ല, കോഴിക്കോടും എറണാകുളം ഉണ്ടായിരുന്നു. എറണാകുളത്താണ് ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡൊക്കെ പഠിക്കും. അവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കാഞ്ഞങ്ങാട് പഠിച്ചിട്ടുണ്ട്. അച്ഛൻ കുറച്ചാൾ അവിടെ ജോലി നോക്കി. അച്ഛൻ ARലായിരുന്നില്ലേ? ആയിരുന്നു. AR വിട്ടതിന് ശേഷം പുള്ളി പിന്നെ പുള്ളിക്ക് അങ്ങനെ ഒരേ തൊഴിലിൽ ഒരേ കസേരയിൽ ഇരിക്കാൻ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. പ്രീ ഡിഗ്രി SN കോളേജ് കോഴിക്കോട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തി, സ്കൂൾ ഓഫ് ഡ്രാമയിലെത്തി. സ്കൂൾ അങ്ങനെയുള്ള ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എഴുത്ത്, അല്ലെങ്കിൽ വീട്ടിലങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നല്ലോ? വീട്ടിലുണ്ടായിരുന്നു. നിങ്ങൾ 3 ആൺകുട്ടികളായിരുന്നു? അല്ല, ഞങ്ങൾ 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും, 5 പേര്. ഈ 4 ആൺകുട്ടികൾക്ക് കൂടി ഒരു സിസ്റ്റർ അല്ലേ? അതെ. സോ ഇങ്ങനെ ഒരു കുഞ്ഞു പെങ്ങളെന്നൊരു പ്രൊട്ടക്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ, ഇടിയായിരുന്നു. അവൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഞാനൊക്കെ 4 ഇട്ടി കൊണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. മൂന്നാമത്തെ 2 ഭാഗത്തും കിട്ടുമല്ലേ? പിന്നെ എൻ്റെ ജനനാകുമ്പോഴേക്കും ഈ ഒരു പെൺകുട്ടിയെ പ്രതീക്ഷിച്ചിട്ട് നിരാശയിലൊക്കെ ജനിച്ചിട്ടുള്ള കുട്ടിയായിരിക്കും മൂന്നാമത്തെ ആൺകുട്ടിയാണ്. ശരിക്കും. അപ്പോൾ അതിനകത്ത് യാതൊരു തരം പരിഗണനകളും അങ്ങനെ ബാല്യത്തിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. അച്ഛനെ ഇവിടെ നിന്ന് അടി കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അച്ഛനെ അടിക്കില്ല. അച്ഛൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ഒരു ഇതിൽ തന്നെ കാര്യങ്ങൾ പതറിപ്പോവും. അച്ഛനൊഴിച്ചുള്ള ലോകത്തിനോട് മുഴുവൻ ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ അച്ഛനെ ഏറ്റവും നന്ദിപൂർവ്വം സ്മരിക്കേണ്ടത്, പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താണ് അടുത്ത പരിപാടി എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഏറ്റവും വലിയ വേദന മറ്റേതെങ്കിലും ഒന്നാമതിൻ്റെ മാർക്കൊക്കെ വളരെ മോശമായിരുന്നു. എനിക്ക് മാക്സിമം കിട്ടാൻ ചാൻസ് ഉള്ളത് SN കോളേജിൽ തന്നെ BA എക്കോണമിക്സ് എന്ന് പറയുന്നത്. ഇക്കോണമിക്സ് പഠിക്കേണ്ട കാര്യം എനിക്കില്ല, കാരണം സമ്പത്തുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ. പിന്നെ കോഴിക്കോട് ഏതെങ്കിലും കോളേജിൽ ചേരാം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് മാർഗം അന്വേഷിക്കുമ്പോഴാണ് സ്കൂൾ ഓഫ് ഡ്രാമ എന്നുള്ളൊരു ആശയം അച്ഛനെ സമ്മതിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു തിക്കോടി മാഷോടും മൂപ്പര് പറഞ്ഞു, അങ്ങനെ മാഷോ തീർച്ചയായിട്ടും അയച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിലാണ് ഇവിടെ എത്തിയത്. അച്ഛനാണ് എന്നെ ഇവിടെ ക്യാമ്പസിൽ കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കമൻറ്റും നല്ല രസമാണ്. എനിക്ക് ശാന്തിനികേതനാണ് ഓർമ്മ വരുന്നതെന്ന്. എൻ്റെ ഒറ്റ ഉപദേശം തന്നു, ശങ്കരപ്പിള്ള നല്ല അധ്യാപകനാണ്, പണ്ഡിതനായൊരു അധ്യാപകനാണ്, അപ്പം അനുസരിക്കുക, നല്ല കുട്ടിയായിട്ട് ഇവിടെ ജീവിക്കാമെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം വന്നിട്ടില്ല ഇവിടെ. അതിനനുസരിച്ചുള്ള കുട്ടിയായിരുന്നു അവിടെ? ഇല്ല, ഇവിടെ ഒന്നാമത് ഈ മറ്റൊരു സാമ്പ്രദായിക കോഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നത് കൊണ്ട് തന്നെ മനസ്സ് തുറന്നു വിട്ടല്ലേ? മനസ്സ് തുറന്നു വിട്ടു. പിന്നെ മാത്രമല്ല, അങ്ങനെ അധികം നാടകമൊന്നും ഉള്ളിലുണ്ടായിരുന്നില്ല. ചെറിയ ചില എക്സ്പീരിയൻസിൻ്റെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായ തിയേറ്റർ വർക്കും ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു തിയേറ്ററിനോട്. ഞാനങ്ങനെ ആയിരുന്നില്ല. ഞാനിവിടെ ഒരു സ്വതന്ത്രമായ ലോകം അനുഭവിക്കുകയായിരുന്നു ചെയ്തത്. വളരെ വിചിത്ര സ്വഭാവമുള്ള ഒരുപാട് പേരെ മീറ്റ് ചെയ്യുന്നു. സ്കൂൾ ഡ്രാമയുടെ അധ്യാപന രീതി തന്നെ ഈ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. കാരണം ഒരു വലിയ ലോകം, ഇതിന് പുറത്തുള്ള വലിയ ലോകത്തിനെ അറിഞ്ഞിട്ടുള്ള ഒരുപാട് പേർ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രം മതിയായിരുന്നു. ഒരു പുസ്തകങ്ങൾ ആശ്രയിക്കാതെ തന്നെ നമ്മൾ പഠിക്കുമായിരുന്നു. എഴുത്ത് എപ്പോഴാണ് തുടങ്ങി? എഴുത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, ഞാനിവിടെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു പ്രധാന പ്രശ്നം, എനിക്ക് രാത്രിയിൽ ഉറക്കമില്ലായിരുന്നു. ആസ്മയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ആസ്മ സ്കൂൾ ഡ്രാമയുടെ പലരുടെയും പ്രശ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കമില്ലാത്ത രാത്രികളിൽ എന്നെ അവസാനം മറ്റ് റൂമുകളിൽ നിന്നും ആളുകൾ പുറത്താക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം വാചകം പിടിച്ച് നിർത്താതെ ഇങ്ങനെ പോയിട്ട് ആളുകൾ പിടിച്ച് പുറത്താക്കിയിട്ട് എൻ്റെ റൂമിൽ കൊണ്ടാക്കുകയായിരുന്നു. പിന്നെയുള്ള സമയത്താണ് ഒന്നും ചെയ്യാനില്ലാതാകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അത് കഥ എന്തെങ്കിലും രീതിയിൽ ഞാൻ കുത്തിക്കുറിയും. അത് മിക്കവാറും വായിച്ചിട്ടുള്ളത് അലക്സ് കടലു എന്ന് പറയുന്നത് എൻ്റെ അന്ന് ജൂനിയറായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന അലക്സാണ് ശരിക്കും എന്നൊരു ഈ ഫിലിം ഇതിലേക്ക് കൊണ്ടുവരാനും അലക്സാണ്. കാരണം എഴുതാൻ ആവശ്യപ്പെടുന്നത് എപ്പോഴും അലക്സായിരുന്നു. അലക്സിൻ്റെ മനസ്സ് മുഴുവൻ സിനിമയായിരുന്നു. ഇവിടെ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയിൽ ആർക്കും അങ്ങനെ ഒരു സിനിമയോട് വലിയൊരു പാഷൻ ഉണ്ടായിരുന്നില്ല. എനിക്കൊക്കെ അപ്പം ഈ പ്രായത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നം കൊണ്ടൊന്നും ഭയങ്കര പുച്ഛമുണ്ടായിരുന്നു മെയിൻ സ്ട്രീം സിനിമയോട്. അപ്പോൾ സിനിമ ഇവിടെ ഒരു മെയിൻ സ്ട്രീം സിനിമ നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടായിരുന്നില്ല ഒരിക്കലും. സിനിമ ഉണ്ടാവും, അത് ഓരോ വർഷവും ഈ ഫിലിം അപ്രിസിയേഷൻ കോഴ്സ് പൂനെയിൽ നിന്നും FTAയിൽ നിന്നും ശ്യാമള വാരാണസി, സതീഷ് ബഹാദൂർ 2 അധ്യാപകർ വരും. അവർ ഫിലിംസ് കൊണ്ടുവരും. അത് ഞങ്ങളുടെ പ്രൊജക്ടറിലിട്ടിട്ട് ക്ലാസ് റൂം ഹാളിനകത്ത് ഇട്ടിട്ട് അതായിരുന്നു, അത് ക്ലാസിക്സ് ആയിരുന്നു കൊണ്ടുവരുന്നത് മുഴുവൻ. നല്ല ഫിലിംസ് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഫോർമൽ സ്വഭാവം വെച്ചിട്ട് ക്ലാസ് കഴിഞ്ഞാലും ഞങ്ങൾ തന്നെ പ്രിൻ്റ് എടുത്ത് പ്രൊജക്ടറിൽ ഓപ്പറേറ്റ് ചെയ്ത് രാത്രികളിൽ ഇരുന്നിട്ട് വീണ്ടും അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഒരേ സിനിമ തന്നെ കണ്ടിട്ടുള്ളത് ത്രോൺ ഓഫ് ബ്ലഡാണ്. എനിക്കൊന്നൊരു 18 തവണ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമാ മോഹമുള്ള ആരും തന്നെ
ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം ജോയിൻ ചെയ്തതിൻ്റെ പിറ്റേന്ന് ഞാൻ കാണുന്ന 2 വിചിത്ര സ്വഭാവികളായ മനുഷ്യരാണ് താഴത്തെ ക്യാൻറ്റീനിൽ വെച്ചിട്ട്. ഒരാളൊരു റൗണ്ട് നെക്ക് ടീഷർട്ട്, ഒരു കൈലി മുണ്ടും, മറ്റൊരാളൊരു കുർത്ത, ഒരു മുണ്ട്. ഈ റൗണ്ട് നെക്ക് ടീഷർട്ട് ഇട്ട ആൾക്ക് മീശ ഉണ്ടായിരുന്നില്ല, മറ്റേ ആൾക്ക് വലിയ താടി ഉണ്ടായിരുന്നു. എന്തോ ഒരു കറണ്ട് പൊളിറ്റിക്കൽ ഇഷ്യൂ എന്തോ ചർച്ച ചെയ്യുന്നു. അതിൽ ഈ മീശയില്ലാത്ത ആൾ ശ്യാം പ്രസാദ് ആയിരുന്നു, താടി വെച്ച ആൾ പി ബാലചന്ദ്രനായിരുന്നു. അവരുടെ ഒരു ബാച്ചിലുണ്ടായിരുന്നു. ആ ആദ്യത്തെ ബാച്ചാണ് സ്ലോ ഡ്രാമയുടെ ഏറ്റവും നല്ല പ്രോഡക്ട്സിന് കൊണ്ടുവന്നിട്ടുള്ളത്. 15 പേരുണ്ടായിരുന്നു. നല്ല ക്രീമായിരുന്നു. അവരെല്ലാവരും തന്നെ ഇതൊരു തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസ പരിപാടിയായിട്ട് വന്നവരായിരുന്നില്ല, തിയേറ്റർ പഠിക്കാൻ തന്നെ വന്നവരായിരുന്നു. കുറേ കാലം കഴിഞ്ഞ ശേഷമാണല്ലേ അഭിനയിക്കാൻ വന്ന പ്ലാനിൽ തിരിച്ചു വന്നത്? പിന്നെ ഇല്ല, ആ പ്ലാൻ പോലും ശരിക്കും സ്കൂൾ ഓഫ് ഡ്രാമ നൽകിയ ധൈര്യമാണ്.